ഗായ്സ്, ഇന്നിപ്പോൾ നമ്മൾ സിനിമയിലേക്ക് പോകുന്നതാണ്. ഏത് സിനിമയ്ക്കാ പോണേ? ഏത് സിനിമയ്ക്കാ? ആടുജീവിതം. ആടുജീവിതം. നടക്ക്. ഷോ 9:30 തുടങ്ങുക. 9:00 തുടങ്ങുക. രണ്ട് മിനിറ്റ് തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടുതരാം. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം നല്ല പൊളിയാണ്, എല്ലാരും പോയി കാണുക. കണ്ടിട്ടില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ കാണാം. അടിപൊളിയാണ്, എല്ലാരും കാണാന്നൊക്കെ പറയുന്നു. എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ എന്നാ ശരി. ബൈ ബൈ. ആക്ച്വലി ഞങ്ങൾ കൈരളി തിയേറ്ററിലേക്കാണ് കാണാൻ പോയിരുന്നത്. പക്ഷെ അവിടുന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി, പക്ഷെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നോളായി പോന്നു. ഞങ്ങൾ നേരെ ഇന്ത്യൻ മാളിലേക്ക് കയറി. ലേറ്റർ മാളിൽ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് കയറണം കേട്ടോ, ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അതെന്താണെന്ന് നമുക്ക് ഭയങ്കര അറിയാനുള്ളൊരു എന്താ പറയുക, ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നല്ല ഞങ്ങൾ അവിടെ നിന്ന് നോളായി നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഇന്ത്യൻ മാളിൽ കയറി ടിക്കറ്റ് എടുത്തു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഷോ 9:30 10:00 അറിയണത്. അപ്പോൾ എന്ത് ചെയ്ത്, അവിടെ ഇതുവരെ പോസ്റ്റാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് മാളൊക്കെ ഇങ്ങനെ ഇരുന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾക്ക് വിശക്കുക, വിശന്ന് ഞങ്ങൾ നേരെ പോയത് വല്ല ഫുഡ് കഴിക്കാനുണ്ടോ എന്നാണ്. അപ്പോൾ അതേ ജസ്റ്റ് അവിടെ പോപ്കോണും എന്തൊക്കെയോ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഞാനും ചേച്ചി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പപ്സ് ഉണ്ട് വാങ്ങാം. ഞങ്ങളങ്ങനെ 9 മണി 9:30 ഞങ്ങളിവിടെ എത്തി. പക്ഷെ ഷോ 10:00 തുടങ്ങണത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം പപ്സും ചിക്കൻ റോളൊക്കെ എടുത്ത് കഴിച്ച് വിശന്നിട്ട് എന്തായാലും ടൈം എടുക്കുമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇല്ലേ ദേവിട്ടെ വിശക്കുണ്ട്, ഇനി അവിടെ ചെന്നിട്ട് വിശക്കുണ്ടെന്ന് പറയരുത് കേട്ടോ. ഞങ്ങൾ പടം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അയ്യയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല. പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റ്. നമ്മൾ ബ്രദർ ഉണ്ട് ഇവിടെ. ബ്രദർ ഹായ് പറയൂ. ഞാൻ അതൊക്കെ കേട്ടോ. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങളിങ്ങനെ സീറ്റ് തിരയാണ്. ഏത് ഭാഗത്ത് ഞങ്ങൾ എച്ചിലോ ഐയിലോ എങ്ങനെയാണ് തോന്നുന്നത്, എച്ചിലാ തോന്നുന്നു. അപ്പോൾ എച്ച് ഇങ്ങനെ മുതലായപ്പോൾ ഞങ്ങൾ പോപ്കോൺ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. പടം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞു. 1:25 സിനിമ കഴിഞ്ഞിട്ടുണ്ട്. ദേവുട്ടിക്ക് ഇതേ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. സിനിമ രക്ഷയില്ല, ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ സങ്കടം. 1:30 എവിടെയും ഹോട്ടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തട്ടുകടയൊക്കെയാണ് വന്നിട്ടുള്ളത്. തട്ടുകടയിൽ നല്ല ചൂട് പീസും നെയ്ച്ചോറും മേടിച്ച് വീട്ടിൽ നിന്ന് കേട്ടോ കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.